നമസ്കാരം. ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, വ്യാവസായിക സമൂഹത്തിലെ മാറ്റവും വികസനവും എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത 5ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന ഭാഗം, ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും വ്യാവസായിക സമൂഹത്തിലെ മാറ്റങ്ങളും എന്നതായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ആ ഭാഗത്തിലെ തന്നെ 2-3 ചെറിയ ചോദ്യങ്ങളും കൂടെയാണ് ഈ ഒരു ആദ്യത്തെ ഒരു സ്ലൈഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അഥവാ ഓഹരി വിറ്റഴിക്കൽ എന്ന ആശയം. അപ്പം അത് മിക്കവാറും ചെറിയ മാർക്കുകൾക്കൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം ആഗോളവൽക്കരണ നയം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ പോളിസീസ് മൂലം കമ്പനികൾ, ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് അഥവാ പബ്ലിക് സെക്ടർ കമ്പനീസ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരുടെ ഓഹരികൾ വിറ്റഴിക്കുവാനായിട്ട് തുടങ്ങി. കാരണം പൊതുമേഖലാ കമ്പനികൾ നഷ്ടത്തിലാകുന്നു. പബ്ലിക് സെക്ടർ കമ്പനീസ് ആർ റണ്ണിങ് on what you call, they are facing economic issues, so they decided to sell their share to private companies. പൊതുമേഖലാ കമ്പനികളുടെ ഓഹരികൾ ഗവൺമെന്റ് വിൽക്കുന്നതിനെ ഓഹരി വിറ്റഴിക്കൽ എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനി തങ്ങളുടെ ഓഹരികൾ, തങ്ങളുടെ ഷെയർസ് മറ്റൊരു കമ്പനിക്ക് സെല്ലാക്കുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അഥവാ ഓഹരി വിറ്റഴിക്കൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ പൊതുമേഖലാ കമ്പനികളുടെ ഓഹരികൾ ഗവൺമെന്റ് വിൽക്കുന്നതിനെയാണ് നമ്മൾ ഓഹരി വിറ്റഴിക്കൽ എന്ന് പറയുന്നത്. ഉദാരവൽക്കരണ നയം മൂലം ആ നയത്തിന്റെ ഫലമായിട്ട് സ്വകാര്യ കമ്പനികൾക്ക് നഷ്ടത്തിലാകുന്ന പൊതുമേഖലാ കമ്പനികളുടെ ഓഹരി വിൽക്കുന്നു. അതിനെയാണ് ഓഹരി വിറ്റഴിക്കൽ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദി ലിബറലൈസേഷൻ പോളിസി, ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ഓർ ദ പബ്ലിക് സെക്ടർ കമ്പനീസ് are selling their shares to private sector or private companies, and that is known as disinvestment അഥവാ ഓഹരി വിറ്റഴിക്കൽ എന്ന് പറയുന്നു. ഇനി ഈ ഓഹരി വിറ്റഴിക്കൽ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഗുണം എന്താണ്? ഗുണം എന്ന് പറയുന്നത് നഷ്ടത്തിലാകുന്ന പബ്ലിക് സെക്ടർ കമ്പനി അഥവാ പൊതുമേഖലാ കമ്പനിക്ക് ആ നഷ്ടം ഇല്ലാതെ രക്ഷപ്പെടാം. കൂടുതൽ നഷ്ടത്തിലേക്ക് പോകാതെ ഷെയർ വിറ്റ് ആ പൈസ എങ്കിലും ലാഭിക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പബ്ലിക് സെക്ടർ കമ്പനീസ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കുന്നത് കമ്പനിക്കകത്ത് ജോലി ചെയ്യുന്ന ജോലിക്കാർക്കായിരിക്കും. പുതിയ മാനേജ്മെന്റ് വരുമ്പോൾ, അതായത് ഒരു പബ്ലിക് സെക്ടർ കമ്പനി ഒരു പ്രൈവറ്റ് സെക്ടറായിട്ട് മാറുമ്പോൾ പ്രൈവറ്റ് കമ്പനീസ് എപ്പോഴും ലാഭമായിരിക്കും നോക്കുന്നത്, അല്ലെ? ക്യാപിറ്റലിസ്റ്റ് വ്യൂ പോയിന്റ് ഉള്ളവരാണ് പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് സെക്ടർ കമ്പനിയിൽ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ, അവർക്ക് പെൻഷനും പ്രമോഷനും സീനിയോറിറ്റിയും ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ചില റൂളുകളുടെ ബേസിലായിരിക്കും. അതിലൊക്കെ മാറ്റമുണ്ടാകാം, ജോലിക്ക് സ്ഥിരതയില്ലാതാകാം. ഓക്കെ, അതൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള ദോഷങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ജോലിക്കാരുടെ ജോലി നഷ്ടമാകുന്നു, അതുപോലെ നിർബന്ധിത വിരമിക്കൽ നടത്തുന്നു. അപ്പം ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഇപ്പം നമ്മുടെ BSNL എന്ന് പറയുന്ന കമ്പനി, സ്വകാര്യ കമ്പനികൾക്കായിട്ട് BSNL ഒക്കെ നേരത്തെ ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു. ഗവൺമെന്റ് പബ്ലിക് സെക്ടർ കമ്പനിയാണ്. ആ പബ്ലിക് സെക്ടർ കമ്പനിയെ പ്രൈവറ്റ് കമ്പനികൾക്ക് വിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിലവിലുള്ള ജോലിക്കാരോട് പറയുന്നു, നിങ്ങൾ നിർബന്ധിത റിട്ടയർമെന്റ് അല്ലെങ്കിൽ നിർബന്ധിത വിരമിക്കലിലേക്ക് പോകണമെന്ന് പറയുകയും അങ്ങനെ ചിലരുടെയെങ്കിലും ജോലി നഷ്ടമാകുകയും ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് BSNL അങ്ങനെ ഒരുപാട് പേരുടെ ജോലി നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ദോഷം. ജോലിക്കാരുടെ ജോലി നഷ്ടമാകുകയും നിർബന്ധിത വിരമിക്കൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നു. ചിലപ്പം ശമ്പളത്തിലൊക്കെ കുറവുണ്ടാകാം. ലാഭത്തിനനുസരിച്ച് മാത്രമേ പ്രൈവറ്റ് കമ്പനീസ് സാലറി കൊടുക്കുന്നുള്ളൂ. മനസ്സിലായല്ലോ? ഇംഗ്ലീഷുകാർക്ക് മനസ്സിലായല്ലോ? ജോലിക്കാരുടെ ജോലി എന്ത് ചെയ്യാം? നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നുണ്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മൂലം. അതുപോലെ പിന്നെന്താണ്? നിർബന്ധിത വിരമിക്കൽ നടത്തും. കമ്പൽസറി റിട്ടയർമെന്റിന്
ശ്രമിക്കുന്നു. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമായിട്ട് പറയുന്നത് മോഡേൺ ഫുഡ്സ് എന്ന് പറയുന്ന ബ്രെഡ് കമ്പനി ഗവൺമെന്റ് ആദ്യമായി സ്വകാര്യവൽക്കരിച്ചു. ആദ്യകാലങ്ങളിൽ 1980-കളിലൊക്കെ ഇവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് മോഡേൺ ഫുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡേൺ ഫുഡ്സ് എന്ന ബ്രെഡ് കമ്പനി ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു. അതൊരു പബ്ലിക് സെക്ടർ കമ്പനിയായിരുന്നു, ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. മോഡേൺ ഫുഡ്സിനെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? പ്രൈവറ്റൈസ് ചെയ്യുന്നു. ഗവൺമെന്റ് അതിന് സ്വകാര്യ ഏജൻസികൾക്ക് വിൽക്കുന്നു. അപ്പോൾ അതാണ് ആദ്യമായിട്ട് ഓഹരി വിറ്റഴിക്കൽ വഴി നമ്മൾ നടത്തിയിട്ടുള്ള ഒരു സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. പിന്നെ നിരവധി ഇങ്ങോട്ട് 1990-കൾ മുതൽ നിരവധി സ്വകാര്യവൽക്കരണങ്ങളൊക്കെ പല മേഖലകളിലും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാം. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അഥവാ ഓഹരി വിറ്റഴിക്കൽ എന്ന് പറയുന്നത്? ദ ഗവൺമെന്റ് സെൽസ് ഇറ്റ്സ് ഷെയർസ് in the public sector companies to private companies, and that is disinvestment. Okay, and because of disinvestment and there were thousands of employed ones in these companies will lose their jobs, and sometimes compulsory retirement, they have to compulsorily retire from the service, and best example for that is the Modern Foods, which is a bread manufacturing company, bread making company, owned by public sector, owned by the government, and in this company disinvestment, that means they sold their shares to private companies. Then next small mark short answer question is puram joli karar athava outsourcing. We are sourcing something outside എന്നുള്ളതാണ്. പുറത്തേക്ക് നമ്മൾ ജോലിക്കായിട്ട് കരാർ കൊടുക്കുന്നു എന്നുള്ളതാണ് പുറം ജോലി കരാർ എന്ന് പറയുന്നത്. ഇത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ, ലാർജ് മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായിട്ട് ചെറുകിട കമ്പനികളെ കരാർ അടിസ്ഥാനത്തിൽ ഏൽപ്പിക്കുന്ന പ്രക്രിയയാണ് പുറം ജോലി കരാർ എന്ന് പറയുന്നത്. ലാർജ് മൾട്ടിനാഷണൽ കമ്പനീസ് are giving responsibility to small companies for making their products on contract basis. ഞങ്ങൾക്ക് ഇന്ന സാധനം നിങ്ങൾ ഇത്ര വർഷം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ചെറിയ കമ്പനികളെ കരാറിൽ കോൺട്രാക്ട് ബേസിൽ ജോലിക്കായിട്ട് ആരെ ഏൽപ്പിക്കുന്നു? മൾട്ടിനാഷണൽ കമ്പനീസ് അഥവാ ബഹുരാഷ്ട്ര കമ്പനികൾ ഏൽപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഈ ഔട്ട്സോഴ്സിംഗ് ഇപ്പം വളരെ സാധാരണമാണ്. ഈ IT മേഖലയൊക്കെ വന്നതോടുകൂടിയും അതുപോലെ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള ചെറുകിട കമ്പനികളെ ഈ മൾട്ടിനാഷണൽ കമ്പനീസ് തങ്ങളുടെ ചെറിയ ചെറിയ പണികൾക്കായിട്ട് ഏൽപ്പിക്കുകയും അവരെ കൊണ്ട് പണിയെടുപ്പിച്ച ഉൽപ്പന്നങ്ങൾ അവരെടുത്തിട്ട് അവരുടെ ലേബലിൽ, അവരാണ് അത് ഉണ്ടാക്കുന്നതെന്ന ലേബലിലായിരിക്കും മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ പ്രോഡക്ട്സ് വിൽക്കുന്നത്. So these multinational companies get their products manufactured in developing countries like India. Even many multinational companies from foreign countries like America, then Canada, etc. Do this type of multinational companies do this type of outsourcing, and then they make profit. Usually in these developing countries like India, the labor you get at a cheap rate. That means you don't have to give much money for employment, and at the same time you don't have to provide good working conditions, because we are familiar to these bad working conditions. Okay, so അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുറം ജോലി കരാർ എന്ന് പറയുന്നത്. ഇതുമൂലം വലിയ കമ്പനികൾക്ക് വിലക്കുറവിൽ ഉൽപ്പാദനം നടത്തുവാൻ സാധിക്കുന്നു. ചെറിയ കമ്പനികൾ തൊഴിലാളികളെ കുറഞ്ഞ കൂലിയിൽ മോശം തൊഴിൽ സാഹചര്യങ്ങളിൽ പണിയെടുപ്പിക്കുന്നു. ചെറിയ കമ്പനികൾക്ക് അവർക്ക് കുറച്ച് ശമ്പളം കൊടുത്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ ജോലി സാഹചര്യങ്ങളൊക്കെ തന്നെ, അതായത് വർക്ക് എൻവയോൺമെന്റ് ഒക്കെ മോശമായാലും കുഴപ്പമൊന്നുമില്ല. ഈ മൾട്ടിനാഷണൽ കമ്പനീസ് അഥവാ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഈ പണികൾ അവരുടെ കമ്പനിയിൽ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇരട്ടി പൈസ ചിലവാക്കേണ്ടി വരുന്നു. കാരണം അവിടുത്തെ ജോലിക്കാർ നല്ല ക്വാളിഫൈഡ് ആയിരിക്കും, അവർക്ക് നല്ല ശമ്പളം കൊടുക്കേണ്ടി വരുന്നു, അവർക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ രീതിയിലൊക്കെ ചിലവ് ചുരുക്കുവാനായിട്ട് ആർക്ക് സാധിക്കുന്നു? ഈ മൾട്ടിനാഷണൽ കമ്പനീസിന് സാധിക്കുന്നു. മനസ്സിലായല്ലോ? In these small scale companies, labor is comparatively cheap, wages are low, and working conditions are quite poor. So multinational companies make profit out of this by giving outsourcing to small scale companies. Clear? So that is for 3 marks. അത് രണ്ടും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ
അതിനകത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 കാര്യങ്ങളാണ്. അത് ചെറിയ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മളത് ഇവിടേക്ക് ഉൾപ്പെടുവിച്ചു. ഇനി അടുത്ത വലിയ മാർക്ക്, അടുത്ത നെക്സ്റ്റ് പാർട്ടാണ് ആളുകൾ എങ്ങനെ ജോലി കണ്ടെത്തുന്നു. ഹൗ ഡു പീപ്പിൾ ഫൈൻഡ് ജോബ്സ്? ഇത് സിമ്പിളാണ്. എങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആൾക്കാർ എങ്ങനെയാണ് ജോലി കണ്ടെത്തുന്നത്? അത് നമുക്ക് ജനറലായിട്ടൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം. എങ്ങനെയായിരിക്കും? എല്ലാവർക്കും ഒന്നും സർക്കാർ ജോലി കിട്ടുന്നില്ല അല്ലേ, വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രൈവറ്റ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും സാധാരണ എങ്ങനെയായിരിക്കും എടുക്കുന്നത്? ഗവൺമെൻറ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതണം, അതിനായിട്ട് പേപ്പറിൽ അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാകും, നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലേ, നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കുന്നു, അങ്ങനെയൊക്കെ നോക്കി പരീക്ഷയൊക്കെ എഴുതി ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് ജോലി നൽകുന്നത് അല്ലേ. നേരെ മറിച്ച് പ്രൈവറ്റ് സെക്ടറിൽ അങ്ങനെയല്ല. പ്രൈവറ്റ് സെക്ടറിൽ ചിലപ്പം നമ്മുടെ പരിചയത്തിൻ്റെ പുറത്തായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കമ്പനികളിൽ ജോലി കിട്ടാം, അല്ലെങ്കിൽ നമ്മൾ ജോലി എടുക്കാൻ അത്ര മിടുക്കനാണെങ്കിലും നമുക്ക് സ്വകാര്യ മേഖലകളിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് പബ്ലിക് സെക്ടർ അഥവാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അങ്ങനെയല്ല. നമ്മൾ ക്വാളിഫിക്കേഷൻ വേണം, പരീക്ഷകൾ പാസ്സാകണം, അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഗവൺമെൻറ് മേഖലകളിൽ നമ്മളെ ജോലിക്കെടുക്കുന്നത്. നമുക്ക് നോക്കാം ആളുകൾ എങ്ങനെ ജോലി കണ്ടെത്തുന്നു. സർക്കാർ ജോലി വളരെ കുറച്ച് പേർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പത്രപരസ്യം നൽകി യോഗ്യത നോക്കി തൊഴിൽ നൽകുന്നു. പബ്ലിക് സെക്ടർ institutions are giving advertisements in newspapers, and then they are specifically looking into the qualifications, and based on that qualifications they are giving job to the people. Then സ്വകാര്യ മേഖല കഴിവ് നോക്കിയാണ് ജോലി കൊടുക്കുന്നത്, അവർക്ക് ലാഭമാണ് വേണ്ടത്. അപ്പോൾ ഹൗ മച്ച് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ് വർക്ക് എന്നായിരിക്കും സ്വകാര്യ മേഖലക്കാർ നോക്കുന്നത്. ഓക്കെ, തേർഡ് വൺ ഈസ് ഇനി ഫാക്ടറികളിലൊക്കെ സ്ഥിരം ജീവനക്കാർ എന്ന് പറയുന്ന ജീവനക്കാരുണ്ട്. പെർമനന്റ് എംപ്ലോയീസ് ആർ ദെയർ ഇൻ ഫാക്ടറീസ്. അറ്റ് ദ സെയിം ടൈം ദെയർ ആർ ടെമ്പററി എംപ്ലോയീസ് ആൾസോ. ഫാക്ടറികളിൽ സ്ഥിര ജീവനക്കാർ ഇല്ലെങ്കിൽ താൽക്കാലിക തൊഴിലാളികളെയും നിയമിക്കാറുണ്ട്. ഈ താൽക്കാലിക തൊഴിലാളികളെ നമ്മൾ പകര ജോലിക്കാർ അഥവാ ബദലി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഇൻ ഫാക്ടറീസ് if there is permanent employee it's okay, and if there is no permanent employee then the manager may recruit temporary employees, and those employees are known as badali workers in English il parayunu. Okay, so these badali workers are working for many years in some industries, and they are not getting any benefits, they are not getting any pension, they are not getting any what you call promotion, etc. So these people, these badali workers are what you call are working according to the will of these private managers. Okay, സോ ഫാക്ടറികളിൽ സ്ഥിരം ജീവനക്കാർ ഇല്ലെങ്കിൽ താൽക്കാലിക തൊഴിലാളികളെ നിയമിക്കുന്നു. ഇവരെ പകര ജോലിക്കാർ അഥവാ ബദലി തൊഴിലാളികൾ എന്ന് പറയുന്നു. ബദലി എന്ന് പറയുന്നത് ഒരു ഹിന്ദി വേർഡാണ്. ബദൽ എന്ന് പറഞ്ഞാൽ പകരം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ 2 പദങ്ങളും മലയാളം എഴുതുന്ന കുട്ടികൾ ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ ബദലി തൊഴിലാളികൾ ചിലർ വർഷങ്ങളായി പണിയെടുക്കുന്നു. ആനുകൂല്യങ്ങൾ, സ്ഥിരപ്പെടുത്തൽ ഒന്നും തന്നെ അവിടെ ഉണ്ടാകില്ല. അതുപോലെ സംഘടിത മേഖലയിലും കരാർ ജോലി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് എന്താ പറയുക, ഓർഗനൈസ്ഡ് സെക്ടറിലും അൺഓർഗനൈസ്ഡ് സെക്ടറിലും ഉണ്ട്. ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുമ്പം റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിലുള്ള വലിയ സെക്ടേഴ്സാണ് ഓർഗനൈസ്ഡ് സെക്ടർ അഥവാ സംഘടിത മേഖല എന്ന് പറയുന്നത്. അസംഘടിത മേഖല എന്ന് പറയുമ്പോൾ അവർക്ക് യൂണിയന്റെ പിൻബലവും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ചെറിയ കമ്പനികളൊക്കെയാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിന്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിന്റെ കീഴിൽ അഥവാ സംഘടിത മേഖലയുടെ കീഴിൽ ഇതിനെ കരാർ ജോലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ചിലപ്പം സാധാരണ ചോദിക്കും. ബദലി വർക്കേഴ്സ് അഥവാ കോൺട്രാക്ട് എംപ്ലോയ്മെന്റ്, കോൺട്രാക്ട് ജോബ് എന്ത് എന്നുള്ളത്. ഇനി അപ്പം എങ്ങനെയാണ് ഹൗ ഡു പീപ്പിൾ ഫൈൻഡ് ജോബ്സ്? ഒന്ന് നമ്മൾ എന്ത് പറഞ്ഞു, വളരെ കുറച്ച് പേര് ഗവൺമെന്റ് ജോബ് ചെയ്യുന്നു, പിന്നെ കുറച്ച് പേര് എന്ത് ചെയ്യുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പത്രപരസ്യം നൽകി യോഗ്യത നോക്കിയിട്ട് തൊഴിൽ നൽകുന്നു. സ്വകാര്യ മേഖലകൾ കഴിവ് നോക്കിയിട്ട് ജോലി കൊടുക്കുന്നു. ഫാക്ടറികളിൽ സ്ഥിരം ജീവനക്കാരില്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരുണ്ട്, അവരെ നമ്മൾ പകര ജോലിക്കാരെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ബദലി വർക്കേഴ്സ് എന്ന് വിളിക്കുന്നു. ഇനി ചില ആൾക്കാർ ഇതൊന്നും ചെയ്യാതെ ചിലരെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്തുവാനായിട്ട് പോകുന്നു. സെൽഫ് എംപ്ലോയ്മെന്റിന് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. സം പീപ്പിൾ ആർ ഗോയിങ് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇലക്ട്രീഷ്യൻസ് സ്വന്തമായിട്ട് ഇലക്ട്രിക് വർക്ക്സ് ചെയ്തു കൊടുക്കുന്നവർ, പ്ലംബേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, ട്യൂഷൻ ടീച്ചേഴ്സ്, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫേഴ്സ് എക്സെട്ര ആർ
സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ്. ഓക്കെ, ഇപ്പോൾ ചിലരെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്തുന്നു. മരപ്പണിക്കാർ, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ, പ്ലംബേഴ്സ്, ദെൻ ട്യൂഷൻ ടീച്ചേഴ്സ്, കാർപ്പൻറ്റേഴ്സ് എക്സെട്ര. മരപ്പണിക്കാരൊക്കെയാണ് ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത്. ഇവരവരുടെ പേഴ്സണൽ കോണ്ടാക്ട്സ് കൊണ്ടായിരിക്കും അവർ ജോലി നേടുന്നത്. ഹൗ ഡു ദേ ഫൈൻഡ് ജോബ്സ് എന്നുള്ളതാണ്. അവർ ജോലി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അവരുടെ സ്വകാര്യ കോണ്ടാക്റ്റുകൾ വെച്ചിട്ടായിരിക്കും അവർ ജോലി കണ്ടെത്തുന്നത്. ഇനി അഞ്ചാമത്തതെന്ന് പറയുന്നത് കരാർ തൊഴിലുകൾ ഉണ്ടായിരിക്കും. അതായത് വലിയ ഫാക്ടറീസിൽ, അത് വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ, കട്ട നിർമ്മാണശാലകൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് കരാറിൽ തൊഴിൽ കൊടുക്കുന്നു. അതായത് നിങ്ങൾ 5 വർഷത്തേക്ക് ഈ പണി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും കരാർ കൊടുക്കുന്നു. അങ്ങനെ അതിനെയാണ് നമ്മൾ കരാർ തൊഴിൽ എന്ന് പറയുന്നത്. കട്ട നിർമ്മാണം, കൺസ്ട്രക്ഷൻ മേഖല എന്നിവിടങ്ങളിലാണ് ഇത് കാണുന്നത്. കോൺട്രാക്ട് വർക്ക് എന്ന് നമ്മൾ അതിന് പറയുന്നു. കോൺട്രാക്ടർ സിസ്റ്റം എക്സിസ്റ്റ് ഇൻ കൺസ്ട്രക്ഷൻ വർക്ക്സ്, ബ്രിക്ക് യാർഡ്സ് എക്സെട്ര. Contractor recruits these workmen from villages. The contractor goes to the village and recruit workmen from the villages. എന്നിട്ട് വലിയ ഒരു they give even loans to these workers. The contractor give loans to the worker, and these workmen do not know that the amount is treated as wages for their work. സ്റ്റാർട്ടിങ്ങിൽ അവരുടെ അടുത്ത് പറയും, ഇത്രയും രൂപ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഈ പണി ചെയ്യണമെന്ന് പറഞ്ഞ് ഗ്രാമത്തിൽ നിന്നും വിളിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് മാക്സിമം പണിയെടുപ്പിക്കുന്നു. ദെൻ ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനി സാലറി. അവർക്ക് പിന്നെ ശമ്പളം ഒന്നും കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെ കരാർ തൊഴിലും ഒരുപാട് നമ്മുടെ ഫാക്ടറികളിൽ നടക്കുന്നുണ്ട്. അതിനെ കോൺട്രാക്ടർ സിസ്റ്റം എന്ന് പറയുന്നു. ഓക്കെ, കോൺട്രാക്ടർ റിക്രൂട്ട്സ് പീപ്പിൾ ഫ്രം വില്ലേജസ് ആൻഡ് ദേ ഗിവ് ലോൺസ് ടു ദീസ് വില്ലേജേഴ്സ്, and then later these amount is treated as wages for their work during the initial stage, and gradually the workers get no wages until the loan is repaid. ആ ലോൺ തിരിച്ചടയ്ക്കുന്നത് വരെ അവരെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ആറാമത്തെന്ന് പറയുന്നത് കൃഷി രംഗത്ത് തൊഴിലാളികൾ അടിമകളായി പണി ചെയ്യേണ്ടി വരുന്നു. ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ laborers are used to be slaves of the landlord from whom the needy laborer takes loan. പൈസ ആവശ്യമുള്ളപ്പം വായ്പ കൊടുക്കുന്നു, എന്നിട്ട് പിന്നെ അവനെ അടിമയായിട്ട് ആര് വെക്കുന്നു? ഈ മുതലാളി വെക്കുന്നു. അങ്ങനെ തൊഴിലാളി മുതലാളിയുടെ അടിമയായിട്ട് ആ ലോൺ തീരുന്നത് വരെ പണി ചെയ്യേണ്ടി വരുന്നു. എവിടെ? അഗ്രികൾച്ചറൽ സെക്ടറിൽ. ഇങ്ങനെ 6 പോയിന്റാണ് അതിനകത്തുള്ളത്. ഒന്നും കൂടെ പറയാം. ഒന്ന്, സർക്കാർ ജോലി വളരെ കുറച്ചു പേർക്ക് ലഭിക്കുന്നു. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പത്രപരസ്യം വഴിയും യോഗ്യത വഴിയും ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വകാര്യ മേഖല കഴിവ് നോക്കിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. വെരി ഫ്യൂ ഗെറ്റ് എംപ്ലോയ്മെന്റ് ഇൻ ഗവൺമെന്റ് ഏരിയാസ്. ഇൻ പബ്ലിക് സെക്ടർ കമ്പനീസ് they look into the qualifications as well as the what do you call they give advertisements in newspapers, and they look into the qualifications and then they take employees, whereas in private sector they are looking only the capacity or capability to do work. Then in factories you can see besides the permanent employees there are temporary employees, and they are known as bedli workers, and they are contract laborers. And some prefer to do self-employment. Some prefer to do self-employment, and there are contractor system, and in this contractor system the contractor recruits people from the villages by giving them loans, and in the initial stage they are not getting any salary for their work because they have to repay this loan. And in agriculture sector laborers are considered as slaves by the landlords because the landlord is giving money as loan to these laborers, and till the loans are repaid by the laborer, the employer is exploiting that person. Okay, അങ്ങനെ 6 പോയിന്റ് ആണ്. കൃഷിരംഗത്ത് തൊഴിലാളി അടിമകളായി പണി ചെയ്യണം. വായ്പ കൊടുത്താൽ പിന്നെ തീരും വരെ തൊഴിലാളി മുതലാളിയുടെ അടിമയായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നു. ഇനി അടുത്തൊരു ചെറിയ ക്വസ്റ്റ്യൻ വീണ്ടും. അപ്പോൾ ഇതെല്ലാം ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഈ ഒരെണ്ണം ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു 6 പോയിന്റ്. ഇനി ഇത് അടുത്ത അതിനകത്ത് തന്നെയുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഗുജറാത്തിലെ ഇഷ്ടിക കളത്തിലെ തൊഴിലാളി കൂട്ടങ്ങൾ, ലേബർ ഗ്യാങ്സ് ഇൻ ഗുജറാത്ത് ബ്രിക്ക് യാർഡ്സ്. ബ്രിക്ക് യാർഡ്സ് എന്ന് പറയുമ്പോൾ
ചുടുകട്ട ഉണ്ടാക്കുന്ന കമ്പനിയാണ് ബ്രിക്യാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദീസ് ബ്രിക്യാർഡ്സ് യു ക്യാൻ സീ പാർസീസ് ആൻഡ് ദേശായീസ്. പാർസീസ് ആൻഡ് ദേശായീസ് ആർ അപ്പർ കാസ്റ്റ് പീപ്പിൾ. ദേ ഓൺ മോസ്റ്റ് ഓഫ് ദ ബ്രിക്യാർഡ്സ് ഇൻ ഗുജറാത്ത്. പാർസീസും ദേശായികളും ഇഷ്ടിക കമ്പനികളുടെ ഉടമകളാണ്. എവിടത്തെ ഗുജറാത്തികളാണ് അവർ. ഓക്കെ, ആൻഡ് ഇൻ ദീസ് ബ്രിക്യാർഡ്സ് ദലിത് പീപ്പിൾ ആർ വർക്കിംഗ് ആസ് laborers. അവരാണ് അവിടെ ജോലി ചെയ്യുന്നത്. They make a team of 10 to 12 people and even small children are working in this brickyards. Groups of 10 to 12 engage in making the bricks. Men folk knead the mud. ആണുങ്ങൾ മണ്ണ് കുഴയ്ക്കുന്നു. ഓക്കെ, ആൻഡ് mold the bricks which are carried to the drying area by the children. കട്ടകൾ തലയിൽ ചുമന്നു കൊണ്ടുപോകുന്നത് ചെറിയ കുട്ടികൾ. ആണുങ്ങൾ മഡ് കുഴയ്ക്കുന്നു. They knead the mud. മണ്ണ് കുഴയ്ക്കുന്നു. കുട്ടികൾ മണ്ണ് ചുമന്നു കൊണ്ടുവരുന്നു. 6 വയസ്സ് മുതൽ 9 വയസ്സുള്ള കുട്ടികൾ വരെ ഇത്തരത്തിൽ ഇഷ്ടിക ചുമക്കുവാനായിട്ട് പണിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇഷ്ടികയുടെ അടുത്തിരിക്കുന്ന ഒരു പടമുണ്ട്. 6 ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 6 വയസ്സെന്ന് പറയുമ്പോൾ എത്ര ചെറുതാണ്. 6 years മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇഷ്ടിക ചുമക്കുന്നത്. Once these bricks are dry, the bricks are carried by women and girls. എന്നിട്ട് ആ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് അവിടെ ആണുങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. They burn these bricks using fire and truck loads of bricks leave the yards to various destinations. ഈ ട്രക്കിനകത്ത് ഈ എന്താ പറയുക ബ്രിക്സുകൾ പല സ്ഥലങ്ങളിലേക്കും പോകുന്നു. അങ്ങനെ ദിവസവും ഓരോ ടീമുകളും ഒരുപാട് കട്ടകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ വയസ്സിനനുസരിച്ച് കട്ടയുടെ വെയിറ്റ് ഇത്ര ചുമന്നുകൊണ്ട് പോകണം എന്നൊക്കെയുള്ള റൂൾസ് ഉണ്ട്. 6-year-old ചൈൽഡ് ക്യാരി ദ വെറ്റ് ബ്രിക്സ് വെയിങ് 3 kgs എന്നാണ് പറയുന്നത്. 9-year-oldനും അങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള വെയിറ്റിനനുസരിച്ചുള്ള കട്ടകൾ ചുമക്കേണ്ടി വരുന്നു. ചൈൽഡ് ലേബർ ഇൻ ദ ബ്രിക്ക് യാർഡ്സ് ഓഫ് ഗുജറാത്ത് ആർ വെരി ഫേമസ്. അത്രയും ഫേമസ് ആണ് ഈ ഗുജറാത്തിലെ കട്ട കമ്പനികളിലെ കുട്ടി ലേബർമാരെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതൊരു ചെറിയ മാർക്കിന് ചോദിക്കാം കേട്ടോ. ഇപ്പോൾ പാഴ്സികളും ദേശായികളും അവിടുത്തെ ഇഷ്ടിക ഉടമകളാണ്. ദളിതന്മാരാണ് അവിടെ പണിക്കാരായിട്ട് നടത്തുന്നത്. ടീമായിട്ടാണ് അവർ പണി ചെയ്യുന്നത്. 10 മുതൽ 12 പേരടങ്ങുന്ന ടീമായിരിക്കും. കുട്ടികൾ മണ്ണ് ചുമക്കുന്നു. ആണുങ്ങൾ മണ്ണ് കുഴയ്ക്കുകയും റെഡി ആയിട്ടുള്ള കട്ടയ്ക്ക് തീയിടുകയും ചെയ്യുന്ന പണിയാണ് ആണുങ്ങൾക്കുള്ളത്. പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു? പെണ്ണുങ്ങളും കുട്ടികളും ഈ കട്ടകൾ ചുമന്നു കൊണ്ടുപോകുന്നു. 6 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ കട്ടകൾ ചുമന്നുകൊണ്ട് പോകുന്നത്. ഇനി അത് ചെറിയ മാർക്കാണ്. ഇതും ചെറിയ മാർക്ക്. അടുത്ത മേസ്ത്രിമാരും ചെറിയ മാർക്കാണ്. അപ്പോൾ ഇവിടെ 3 എണ്ണമാണ് ഇപ്പം ചെറിയ മാർക്കായിട്ട് വരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? വളരെ സിമ്പിളാണ്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പൊതുമേഖല മീൻസ് പബ്ലിക് സെക്ടർ, സ്വകാര്യ മേഖല ഈസ് പ്രൈവറ്റ് സെക്ടർ. പബ്ലിക് സെക്ടറിൽ ക്വാളിഫിക്കേഷൻ വേണം, പ്രൈവറ്റ് സെക്ടറിൽ കഴിവ് മതി. പബ്ലിക് സെക്ടറിൽ അല്ലെങ്കിൽ പൊതുമേഖലയിൽ നിശ്ചിത ശമ്പളം കൊടുക്കണം. അവിടെ റൂൾസും റെഗുലേഷൻസും ഉണ്ട്. ശമ്പളം ഇത്രയുന്നുണ്ട്. ഇപ്പുറത്തെ സ്വകാര്യ മേഖലയിൽ നിശ്ചിതമൊന്നുമല്ല. നല്ലതായിട്ട് ലാഭം കമ്പനിക്ക് കൊടുത്താൽ ചിലപ്പം ശമ്പളം കൂടും, പണി ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം ശമ്പളം കുറവുമായിരിക്കും. സ്ഥിര ജോലിയാണ്. നോബഡി ഈസ് ഗോയിങ് ടു ടേക്ക് അവേ യുവർ ജോബ്. പെർമനൻറ്റ് ജോബായിരിക്കും. ഇപ്പുറത്ത് സ്ഥിരത ഇല്ലാത്ത ജോലിയാണ്. വീട്ടുവാടക, പ്രമോഷൻ, സീനിയോറിറ്റി, പെൻഷൻ ഇവയെല്ലാം പബ്ലിക് സെക്ടർ കമ്പനീസിൽ കിട്ടുന്നു. പൊതുമേഖലാ കമ്പനികളിൽ വീട്ടുവാടകയും പ്രമോഷനും സീനിയോറിറ്റിയും പെൻഷനും കിട്ടുന്നു. ഇതൊന്നും തന്നെ ഇവിടെ ലഭിക്കാറില്ല, ഇവിടെ പ്രൈവറ്റ് കമ്പനീസിൽ. മനസ്സിലായല്ലോ? പബ്ലിക് സെക്ടർ ക്വാളിഫിക്കേഷൻ ഈസ് വെരി മച്ച് റിക്വയർഡ്. പ്രൈവറ്റ് സെക്ടറിൽ കപ്പാസിറ്റി നോക്കുന്നു, കേപ്പബിലിറ്റിയാണ് നോക്കുന്നത്. ദെൻ പെർമനൻറ്റ് ഫിക്സ്ഡ് സാലറി ഈസ് നോട്ട് ഫിക്സ്ഡ്. പെർമനൻറ്റ് employment is not permanent. Then in public sector we get house rent, promotion, seniority and pension, whereas in public sectors we are not getting anything like that. Okay, ഇനി അടുത്തത് മേസ്തിരിമാരാരാണെന്നുള്ളതാണ്. മേസ്തിരിമാർ കാൺപൂരിലൊക്കെ ഉള്ള ഫാക്ടറികളിൽ കാണുന്നതാണ് മേസ്തിരിമാരെന്ന് പറഞ്ഞാൽ ദല്ലാളന്മാരാണ്. ഫാക്ടറികളിലെ ദല്ലാളന്മാരാണ് ആര്? മേസ്തിരിമാരെന്ന് പറയുന്നത്. ഫാക്ടറികളിലെ ദല്ലാളന്മാരാണ്. കോൺട്രാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇടനിലക്കാരാണ് അവർ. ദെൻ കാൺപൂരിലെ തുണിമില്ലിൽ ഇവരെ മേസ്തിരിമാരെന്ന് വിളിക്കുന്നു. ഇവരും തൊഴിലാളികൾ തന്നെയാണ്, പക്ഷെ അവർ ലോക്കലായിട്ടുള്ള സ്ഥലത്തുള്ള തൊഴിലാളികളായിരിക്കും. വെൻ പീപ്പിൾ ഫ്രം other states or other places are working in their factory, the manager gives power to these mestris to look after these
ലേബറേഴ്സ്. ഈ ലേബറേഴ്സിനെ നോക്കുവാനായിട്ട് അന്യസമുദായ തൊഴിലാളികളെ വരുതിയിൽ നിർത്തുവാൻ വേണ്ടിയിട്ട് മാനേജർമാർ ഈ മേസ്തിരിമാർക്ക് റൈറ്റ് കൊടുക്കുന്നു. അവർ ആ ദേശക്കാരായിരിക്കും, അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും പവർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. അവരാണ് മേസ്തിരിമാർ. ഇതൊക്കെ നമ്മൾ മറ്റേ ഭാഗത്ത് പഠിച്ചതാണ്, ഇവിടെ ചെറിയ മാർക്കിനുള്ളത് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോന്നേ ഉള്ളൂ. മിസ്ത്രീസ് എന്ന് ഇംഗ്ലീഷിലും അത് തന്നെയാണ്, മിസ്ത്രീസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, മിസ്ത്രീസ്. ഓക്കെ, ഇനിയും നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. എങ്ങനെ ജോലി ചെയ്യപ്പെടുന്നു, നമ്മൾ എങ്ങനെ ജോലി കണ്ടെത്തുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ 6 പോയിന്റ് പഠിച്ചത്, കഴിഞ്ഞ പേജിൽ. ഇവിടെ നമ്മൾ ഇനി എങ്ങനെ ജോലി ചെയ്യുന്നു, ജോലി എങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെയും ഇതൊരു ചെറിയ ഭാഗമാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിനകത്ത് തന്നെയുള്ള ചില ചെറിയ കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, ഈ ഒരു എങ്ങനെ ജോലി ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു 5 പോയിന്റ് ആണുള്ളത്. എങ്ങനെ ജോലി ചെയ്യപ്പെടുന്നു നോക്കാം. മാനേജർ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. മാനേജറാണ് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. വ്യവസായ സമൂഹങ്ങളിൽ കൂടുതൽ പണിയെടുപ്പിക്കുവാനായിട്ട് 2 മാർഗങ്ങളാണുള്ളത്. തൊഴിലിൻ്റെ സമയം, ഉൽപാദനം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 8 തൊട്ട് 4 വരെ ചെയ്തുകൊണ്ടിരുന്ന പണി വേണമെങ്കിൽ 7 തൊട്ട് 5 വരെ ആക്കിയാൽ ഉൽപാദനം കൂട്ടാം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുന്നു? തൊഴിൽ സമയം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, മാനേജർ ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ഓർ മാനേജർ ഈസ് സൂപ്പർവൈസിങ് ദീസ് laborers and for getting more profit or for getting more efficient work, a manager should increase the working time. അത് അങ്ങനെ വർക്കിംഗ് ടൈം കൂട്ടുമ്പോൾ എന്ത് പറ്റുന്നു? പ്രൊഡക്ഷൻ കൂടുന്നു അല്ലേ? ഒരു നിശ്ചിത സമയത്തിനുള്ള ഉൽപാദനം വർദ്ധിക്കുന്നു, സമയം വർദ്ധിപ്പിക്കുന്നു, അപ്പം നിശ്ചിത സമയത്തിൽ ഉൽപാദനം കൂടുന്നു. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് പിന്നെയും 2 മാർഗങ്ങളുണ്ട്. അതിനായിട്ട് എന്ത് ചെയ്യണം? ഒരു മനുഷ്യന് ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. അപ്പം അതിനായിട്ട് യന്ത്രങ്ങൾ ഉപയോഗിക്കാം, അതുപോലെ ജോലി ചിട്ടയായിട്ട് സംഘടിപ്പിക്കാം. ഇത്ര ആൾക്കാർ ഇന്ന സമയത്ത് ഇന്ന പണി ചെയ്യണം എന്ന് പറഞ്ഞ് ടൈമിൻ്റെ ബേസിൽ പണിയെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ജോലി എങ്ങനെ ചെയ്യപ്പെടുന്നു? 1, മാനേജർ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. മാനേജർ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്നുള്ളതാണ് 1ാമത്തെ പോയിന്റ്. പിന്നെന്താ? Production process can be regulated by the managers and production can be increased by extending working hours and by increasing the number of employees. ആൾക്കാരുടെ എണ്ണം, തൊഴിലാളികളുടെ എണ്ണം കൂട്ടാം, അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ് കൂട്ടാം അല്ലേ? പിന്നെ ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് ചെയ്യേണ്ട പണി കണ്ടുപിടിച്ച് വെച്ചിട്ട് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ചിട്ടയായിട്ട് ജോലി അടുക്കി വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്, നല്ല പ്രൊഡക്ഷൻ ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. ഇനി അപ്പോൾ ഇത് 1ാമത്തെ പോയിന്റ്. ദെൻ കംസ് ദി സെക്കൻഡ് പോയിന്റ്, ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് 2ാമത്തെ പോയിന്റാണ് കേട്ടോ. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ 2 മാർഗങ്ങൾ. ഇതിനായി യന്ത്രങ്ങൾ ഉപയോഗിക്കാം, ജോലി ചിട്ടയായിട്ട് സംഘടിപ്പിക്കാം. അടുത്ത ശാസ്ത്രീയ മാനേജ്മെന്റ് രീതികൾ അവലംബിക്കാം. ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ത്, സയന്റിഫിക് മാനേജ്മെന്റ് എന്ത് എന്ന് നമ്മൾ അപ്പുറത്തെ പേജിൽ പഠിക്കുന്നു. അപ്പോൾ മാനേജർമാർ തൊഴിലാളികളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുന്നതിന് 2 മാർഗം. 1, തൊഴിൽ സമയം വർദ്ധിപ്പിക്കുക. 2, നിശ്ചിത സമയത്തിനുള്ളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ ഫോർ ഇൻക്രീസിങ് ദി പ്രൊഡക്ഷൻ we can use machineries, and at the same time we can arrange work on the basis, systematically arrange work on the basis of time. Third one is scientific management. We can make use of scientific management. ശാസ്ത്രീയ മാനേജ്മെന്റ് രീതികൾ നമുക്ക് അവലംബിക്കാം. ഇവിടെ തൊഴിലാളികൾ യന്ത്രങ്ങളെ പോലെ പണിയെടുക്കേണ്ടതുണ്ട്. The employee should work just like machineries. ഇനി 4, IT മേഖലയിൽ സമയ അടിമത്വവും കാണപ്പെടുന്നുണ്ട്. സമയ അടിമത്വം എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് എങ്ങനെ വളരെ നല്ല രീതിയിൽ ജോലി എടുക്കാം എന്നുള്ളതാണ്. IT മേഖലയിൽ സമയ അടിമത്വമുണ്ട്. ഫ്ലെക്സി ടൈം സംവിധാനങ്ങളും IT മേഖലകളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. 5 പോയിന്റാണ്. 5 പോയിന്റ് എന്താണ്? എങ്ങനെ ജോലി ചെയ്യുന്നു? മാനേജർമാർ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. കൂടുതൽ പണിയെടുപ്പിക്കുവാൻ 2 മാർഗങ്ങൾ. തൊഴിൽ സമയം വർദ്ധിപ്പിക്കാം, നിശ്ചിത സമയത്തിനുള്ളിലുള്ള ഉൽപാദനവും വർദ്ധിപ്പിക്കാം. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ there are 2 methods. One is implementation of machineries, and on the basis of time you can efficiently arrange your works. Then third is you can use scientific management methods, and in this the laborer should work just like machines.
Then in IT field there is time slavery, and flexi time methods can also be used for efficient use of laborers. അങ്ങനെ 5 പോയിന്റ്. ഇനി അതിനകത്ത് ശാസ്ത്രീയ മാനേജ്മെന്റ് എന്നാൽ എന്ത്? ശാസ്ത്രീയ മാനേജ്മെന്റ് അഥവാ സയന്റിഫിക് മാനേജ്മെന്റ്, അതർ നെയിം ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഓ ശാസ്ത്രീയ മാനേജ്മെന്റ് എന്താണ്? ടൈലറിസം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈലറിസം എന്ന് പറയുന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു അമേരിക്കൻ മാനേജ്മെന്റ് എക്സ്പേർട്ടായ FW ടൈലർ എന്ന് പറയുന്ന ആളാണ്. FW ടൈലർ. അപ്പോൾ ഫെഡറിക് ടൈലർ എന്ന് പറയും. ഫെഡറിക് ടൈലർ in 1890 introduced this system, and in this the basic task of a manager is to control workers and get more work out of them. Based on this principle, FW Taylor in 1890 introduced this new system, and that system is known as scientific management. Okay, this system was invented by FW Taylor, and under this system work is broken down to its smallest elements. ഒരു ജോലിയെ വളരെ ചെറിയ ചെറിയ കഷണങ്ങളായിട്ട് മുറിച്ചു വയ്ക്കുന്നു. Work is broken down into its smallest elements, and the different elements are given to different workers. ഇനി ഇന്ന പണി ചെയ്യുക. ഞാൻ ആ പാവയുടെ കഥകൾ എപ്പോഴും പറയില്ല, അതുപോലെ ഒരു ചെറിയ മൈന്യൂട്ട് പണി ഒരാൾക്ക് കൊടുക്കുന്നു. ഇനി അവരെങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, the different elements are given to different workers, and with the help of assembly line, the workers sitting along the conveyor belt put in one part of the equipment, the next part to be put in place by the worker on the assembly line, and this method increased the speed of production considerably. നമുക്ക് മലയാളത്തിൽ ഒന്നുകൂടെ നോക്കാം. FW ടൈലർ 1890 കണ്ടെത്തിയ ഒരു സമ്പ്രദായമാണിത്. ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് വീതിച്ചു നൽകുന്നു. ശേഷം ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് ജോലി തീർക്കേണ്ട സമയം ചിട്ടപ്പെടുത്തുന്നു. ഇത്ര 15 മിനിറ്റ് കൊണ്ട് ഈ പണി ചെയ്യണമെന്ന് നമ്മൾ നിശ്ചയിക്കുന്നു. അത് സെറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് പ്രൊഡക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അസംബ്ലി ലൈൻ എന്ന സംവിധാനം ഉപയോഗിക്കുന്നു. അസംബ്ലി ലൈൻ എന്താണെന്ന് അറിയാം? നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ നീങ്ങി പോകുന്ന കണ്ടിട്ടില്ലേ? നമ്മുടെ ബാഗൊക്കെ വരുന്ന അതിന് നമുക്ക് കൺവെയർ ബെൽറ്റ് എന്ന് പറയാം. ഓക്കെ, കൺവെയർ ബെൽറ്റ്. അപ്പോൾ ഈ സാധനത്തിലൂടെ ഇങ്ങനെ നമ്മുടെ ബാഗുകൾ പോകുന്നു. നമ്മുടെ ബാഗിൻ്റെ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും കോട്ടുമായിട്ടുണ്ടോ വല്ലതുമൊക്കെ ചെയ്തുകൊണ്ട് നിന്നാൽ നമ്മുടെ ബാഗ് അങ്ങ് പോകും. പിന്നെ നമ്മൾ തിരിച്ചു വരുന്നവരെ കാത്തു നിൽക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫാക്ടറീസിൽ അങ്ങനെയല്ല. അവിടെ ഒരു പണി ഉണ്ടായിരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ മേക്കിംഗ് ടൊമാറ്റോ സോസ്, യു ആർ പാക്കിംഗ് ടൊമാറ്റോ സോസ് എന്ന് വയ്ക്കുക. ടൊമാറ്റോ സോസിൻ്റെ അടപ്പ് ഇടുക എന്നുള്ളതായിരിക്കും ഒരാളുടെ ജോലി. അപ്പോൾ ആ അടപ്പ് ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ നമ്മുടെ മുന്നിലെത്തുമ്പോൾ കുപ്പിയെടുക്കുന്നു, അടപ്പിടുന്നു, വിടുന്നു. അതായിരിക്കണം നമ്മുടെ പണി. അടുത്ത ആളിന് ചിലപ്പോൾ ലേബൽ ഇടുക എന്നുള്ളതായിരിക്കാം. ഓക്കെ, അപ്പോൾ മാഗിയുടെ കമ്പനിയാണ്, മാഗിയുടെ ലേബലും കൊണ്ട് ഒരാൾ നിൽക്കുന്നു, ആ ലേബൽ അയാളായിരിക്കും ഇടുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സാധനത്തിനെയാണ് പറയുന്നത് കൺവെയർ ബെൽറ്റ് എന്ന്. ഓക്കെ, അപ്പോൾ ഉൽപാദനത്തിന്റെ വേഗത കൂട്ടുവാൻ അസംബ്ലി ലൈൻ എന്ന സംവിധാനം ഉപയോഗിക്കുന്നു. ഒരു തൊഴിലാളി ഒരു ചെറിയ പണി ചെയ്യുന്നു. കൺവെയർ ബെൽറ്റിന് സമീപം നിരനിരയായി നിൽക്കുന്നു. അവരവരുടെ പണി അവരവർ ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താണെന്നറിയോ? ആ തൊഴിലാളി അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കണം. കണ്ണടയ്ക്കാനോ അശ്രദ്ധയോടുകൂടി നിൽക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ പണി അവിടെ മിസ്സാകുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുമ്പോൾ ആ ഒരു പണി ചിലപ്പോൾ അടപ്പിടാതെ ആയിരിക്കും അത് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഗുണങ്ങൾ എന്താണ്? ഉൽപാദനം കൂട്ടുന്നു, വേഗത്തിൽ ചെയ്യുന്നു, അല്ലേ? സമയം ലാഭിക്കുന്നു, പണി ചിട്ടപ്പെടുത്തുന്നു. ദോഷങ്ങൾ എന്താണ്? എനിക്ക് ആ സമയത്തൊന്ന് ചുമയ്ക്കണമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാലൊന്ന് ചൊറിയണമായിരുന്നു, വല്ലതും നടക്കുമോ? ഇല്ല. പണിക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ആ വർക്കിംഗ് ടൈം തീരുന്നത് വരെ വിശ്രമമില്ലാതെ പണി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ തൊഴിലാളികൾ വേഗതയിൽ പണിയെടുക്കണം. ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാം. തൊഴിലാളികൾ യന്ത്രത്തിൻ്റെ ഭാഗം പോലെ പ്രവർത്തിക്കേണ്ടി വരുന്നു. എവിടെ? ഇൻ ദ സയന്റിഫിക് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ജോലികൾ ശരിക്കും നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വസ്ത്രമേഖല, ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് മിൽസ്, മാരുതി കാറ് കമ്പനീസിൽ ഒക്കെ തന്നെ ഇങ്ങനത്തെ പണികൾ ചെയ്യേണ്ടി വരുന്നു. വർക്കേഴ്സ് ഹാവ് ടു ഫോക്കസ് ഓൺ ദ മെഷീൻ. all their attention, eyes, ears, hands and legs move under a continuous gaze when a weaver does his work.
എപ്പോഴും ഈ പറയുന്ന അവയവങ്ങൾ, തൊഴിലാളിയുടെ കണ്ണ്, കൈ, ചെവി, കാല് ഒക്കെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, എങ്കിലേ അവരുടെ പണി കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഓക്കെ. സോ മാരുതി കാർ കമ്പനി 2 മിനിറ്റിൽ 2 കാർ അസംബ്ലി ലൈനിൽ എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. 45 മിനിറ്റ് ബ്രേക്ക് മാത്രമേ തൊഴിലാളികൾക്ക് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ പണി ചെയ്യുന്ന തൊഴിലാളികൾ when they reach at the age of 40 or 50 they become totally unhealthy. അവരുടെ എല്ലാ അവയവങ്ങളും തളർന്ന് ശരിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ. കാരണം വിശ്രമമില്ല. Many take voluntary retirement in their 40s and 50s because they are not able to do the work. As the age increases, they are not capable to do the work in the prescribed time limit. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അവരവരുടെ ജോലി രാജിവെക്കുന്നു. അപ്പോൾ ഇതാണ് എന്ത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് വളരെ പ്രധാനം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കൻ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ് FW ടൈലർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അപ്പുറത്ത് പറഞ്ഞു സമയ അടിമത്വം, അല്ലേ? സമയ അടിമത്വം അഥവാ ടൈം സ്ലേവറി എന്ന് പറയുന്നു. ടൈം സ്ലേവറി ആൻഡ് ദീസ് ടൈപ്പ് ഓഫ് ടൈം സ്ലേവറി ഈസ് സീൻ ഇൻ IT സെക്ടർ. IT മേഖലയിൽ കാണപ്പെടുന്നു. ജോലി സമയം, IT സെക്ടേഴ്സിന്റെ ജോലി സമയം 10 to 12 hours ആണ്. They have to work even at night and they have to finish their project. Without finishing their project, they are not permitted to go to their house. And these type of service conditions are prevalent in Bangalore, Hyderabad, Gurgaon and Delhi, etc. And their average working day consists of 10 to 12 hours, especially when they are immersed in certain time-bound projects. സമയ അധിഷ്ഠിതമായിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ദേ ഹാവ് ടു വർക്ക് 10 to 12 hours. 10 മുതൽ 12 മണിക്കൂർ വരെ രാത്രിയും പണിയെടുക്കേണ്ടി വരുന്നു, എപ്പോൾ പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കേണ്ടി വരുമ്പോൾ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നൈറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ. നൈറ്റ് ഔട്ട് എന്ന് പറയുന്നു ഈ ഒരു സംസ്കാരത്തിന്, അതായത് രാത്രിയും പ്രോജക്റ്റ് പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് ജോലി എടുക്കുന്നതിനെയാണ് നൈറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇതിന് മൊത്തത്തിൽ നമ്മൾ ടൈം സ്ലേവറി എന്ന് പറയുന്നു. സമയത്തിന് അധിഷ്ഠിതമായിട്ട് നമ്മൾ ജോലി എടുക്കുന്നു, അതാണ് ടൈം സ്ലേവറി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഫ്ലെക്സി ടൈം രീതിയും കാണപ്പെടുന്നു. ഫ്ലെക്സി ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തൊഴിലാളിക്ക് ദൈനംദിനമായിട്ട് പണികളെ അവനവൻ്റെ ഇഷ്ടത്തിന് ചിട്ടപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യാം. ഞാൻ ഇന്ന് പകലും രാത്രിയും പണിയെടുക്കുന്നു, നാളെ വരുന്നില്ല എന്ന് എനിക്ക് തീരുമാനിക്കാം. ബിക്കോസ് ദറ്റ് ഇൻ ദ IT കമ്പനീസ് ദർ ഈസ് ദിസ് ടൈപ്പ് ഓഫ് വർക്ക് കൾച്ചർ, ഫ്ലെക്സി ടൈം. അങ്ങനെ ഫ്ലെക്സി ടൈം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം? ദിസ് ഗീവ്സ് മച്ച് ഫ്രീഡം ഇൻ ദ ചോയ്സ് ഓഫ് വർക്കിംഗ് അവേഴ്സ്. അങ്ങനെ ആണെങ്കിലും എന്താണ്? ബട്ട് ഇൻ പ്രാക്ടീസ് ദേ ഹാവ് ടു വർക്ക് അണ്ടിൽ ദ ജോബ് ഈസ് കംപ്ലീറ്റഡ്. ദേ ഹാവ് ടു ഫിനിഷ് ദെയർ ജോബ്. അവരുടെ ജോബ് ഫിനിഷ് ചെയ്യുന്നവരെ അവർ ജോലി ചെയ്യണം. പക്ഷെ ടൈമിങ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലെക്സി ടൈം വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ IT കമ്പനീസ് വർക്ക് ഫോർ അമേരിക്കൻ കമ്പനീസ്. അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഈ IT കമ്പനികളൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ IT കമ്പനികളെല്ലാം തന്നെ രാത്രിയും ജോലി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്ലെക്സി ടൈം വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ഫുൾ ഡേ ടൈം ഒരു രാത്രിയും ജോലി ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഫുൾ ഓഫ് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതാണ് എന്താ ഫ്ലെക്സി ടൈം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉള്ള ഇത്തരത്തിലുള്ള ടൈം സ്ലേവറിയാണ് എവിടെ നടക്കുന്നത്? IT കമ്പനിയിൽ നടക്കുന്നത്. ഇനി നമ്മൾ 2-3 ചെറിയ ചോദ്യങ്ങൾ, 1 മാർക്ക്. യന്ത്രവൽക്കരണം തൊഴിലിന് ഭീഷണി എന്ന് ഗാന്ധിജിയും കാർൾ മാർക്സും പറയുന്നു. മെക്കനൈസേഷൻ ഈസ് എ ത്രെറ്റ് ടു ലേബർ എന്ന് ആര് പറയുന്നു? ഗാന്ധിജി ആൻഡ് കാർൾ മാർക്സ്. ഇനി യന്ത്രങ്ങളുടെ അമിത ഉപയോഗം തൊഴിലാളികളുടെ കഴിവ് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞത് ഹാരി ബ്രേവർമാൻ ആണ്. നേരത്തെ നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ മെഷീനറീസിന്റെ വരവ് എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്? ഹാരി ബ്രേവർമാൻ ഈസ് എ സോഷ്യോളജിസ്റ്റ് ആൻഡ് ഹി ബിലീവ് ദാറ്റ് അൺഡ്യൂ ഡിപ്പെൻഡൻസ് ഓൺ മെഷീനറി ഡീസ്കിൽസ് ദി വർക്ക്മാൻ. തൊഴിലാളികൾക്ക് ചെയ്യേണ്ട കഴിവുകൾ ഈ മെഷീനല്ലേ ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് ആ പണി അറിയാതെ ആകുന്നു എന്ന് ബ്രേവർമാൻ പറയുന്നു. ഹി ഗീവ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ഹു യൂസ് ടു be highly skilled draftsmen, but today all their work is done by computers, because their work is done by computers nowadays, and then their efficiency is now very low എന്നാണ് ഹാരി ബ്രേവർമാൻ പറയുന്നത്. അപ്പോൾ യന്ത്രങ്ങളുടെ അമിത ഉപയോഗം തൊഴിലാളികളുടെ കഴിവ് കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. യന്ത്രങ്ങളുടെ അമിത ഉപയോഗം എന്ന് പറയുമ്പോൾ അൺഡ്യൂ ഡിപ്പെൻഡൻസ് ഓൺ മെഷീനറി ഡീസ്കിൽസ് ദി വർക്ക്മാൻ എന്ന് പറയുന്നു. ഇനി പഴന്തുണിക്കെട്ടിൽ ഉറങ്ങുന്ന കുട്ടികളെ ഉണർത്തി ജോലി ചെയ്യിക്കുന്നു എന്ന് ജാൻ ബ്രെമ്മൻ പറയുന്നു. ഇതെവിടെയാണെന്നറിയാം? ഗുജറാത്തിലെ ലേബർ ഗ്യാങ്സ്, ബ്രിക്യാർഡിലെ ലേബർ ഗ്യാങ്സിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ ഹാരി ബർമൻ അവിടെ ഒരു പഠനം നടത്തിയിട്ട് പറയുന്നുണ്ട്,
അവിടെ ഈ ഗുജറാത്തിൽ പല കുഞ്ഞുങ്ങളും രാത്രി ജോലി ചെയ്ത് തളർന്ന് കിടന്നുറങ്ങുന്നു. അങ്ങനെ കിടന്നുറങ്ങുമ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ജോലിക്ക് പോകേണ്ടത് ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇഷ്ടിക കല്ലുകൾ തലയിൽ ഏറ്റിട്ട് ആണ് രാത്രി വൈകുന്നവരെയും എന്ത് ചെയ്യുന്നത്, ഇഷ്ടിക ഉണക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവർ അന്നത്തെ ദിവസം തളർന്നു കിടന്നുറങ്ങും, പക്ഷെ വീണ്ടും രാവിലെ എഴുന്നേൽക്കേണ്ടി വരുന്നു. അപ്പോൾ പഴന്തുണി കഷ്ണത്തിൽ കിടന്നുറങ്ങുന്ന കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ വിളിച്ചുണർത്തി ജോലി ചെയ്യിപ്പിക്കാറുണ്ടെന്ന് സമൂഹശാസ്ത്രജ്ഞനായ ജാൻ ബ്രഹ്മൻ പറയുന്നു. കരഞ്ഞുകൊണ്ടാണ് കുട്ടികൾ ഇഷ്ടിക ചുമക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് തന്നിട്ട് ആരാണ് ഇത് പറഞ്ഞതെന്നൊക്കെ ചോദിക്കാം. ജാൻ ബർമൻ. ഇത് ഓർത്തു വയ്ക്കും, ഇത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ചോദിച്ചു. യന്ത്രവൽക്കരണം തൊഴിലിന് ഭീഷണി എന്ന് ഗാന്ധിജിയും കാർൾ മാർക്സും പറയുന്നു. യന്ത്രങ്ങളുടെ അമിത ഉപയോഗം തൊഴിലാളികളുടെ കഴിവിനെ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞു. അതാരാണ്? ഹാരി ബോവർമാൻ. അന്യവൽക്കരണം എന്ന പദം ആരുടേതാണ്? ഞാൻ കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പുള്ള ഒരു ക്ലാസ്സിൽ ഒരു ചെറിയ ക്ലാസ് എടുത്തപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക്, വെബർ എന്നാണ് പറഞ്ഞത്. ആരുടേതാണ് അന്യവൽക്കരണം? കാർൾ മാർക്സിൻ്റെതാണ്. ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, വീണ്ടും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. അന്യവൽക്കരണം എന്ന ഒരു ടേം പറഞ്ഞത് ആരാണ്? കാർൾ മാർക്സ് ആണ്, മാക്സ് വെബർ അല്ല. അപ്പം ഇതെല്ലാം പഠിച്ചു വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഒരു ക്ലാസ് കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയുന്നു. എല്ലാവരും നന്നായിട്ട് ക്ലാസ് കേട്ട് നോട്ടൊക്കെ എഴുതുക.